ഉരുൾപൊട്ടുന്നതിന് മണിക്കൂറുകൾക്ക് മുൻപും ശേഷവുമുള്ള ഒരു അപൂർവ വീഡിയോ ഒറ്റ ഫ്രെയിമിലൂടെ കാണിച്ചിരിക്കുന്നു. മുണ്ടക്കൈ നിന്ന് ചൂരൽമലയിലേക്ക് പോകുന്ന വഴിയാണിത്. അതേ സ്ഥലം ഉരുൾപൊട്ടിയതിന് ശേഷവും കാണാം. പച്ച പുതച്ച തേയിലത്തോട്ടവും അരികിൽ നട്ടുവളർത്തിയ കവുങ്ങുകളും പടർന്നു പന്തലിച്ച വൃക്ഷങ്ങളുടെ തല വെട്ടിമാറ്റിയതും ട്രാൻസ്ഫോമറും ശ്രദ്ധയോടെ വീക്ഷിച്ചാൽ കാണാം. ദൂരെ നോക്കിയാൽ കുറച്ച് കെട്ടിടങ്ങളും അമ്പലത്തിലേക്കുള്ള വഴിയുമാണ്. എന്നാൽ മണിക്കൂറുകൾക്കിപ്പുറം ഇതെല്ലാം ഒരു ഓർമ്മ മാത്രമായി, ഒരു തരിശു ഭൂമിയായി അവശേഷിക്കുന്നു. ഈ കാണുന്ന അട്ടമലയിലേക്ക് പോകുന്ന വഴികളൊന്നും ഇപ്പോൾ ഇല്ല. മണിക്കൂറുകൾക്ക് മുൻപ് സജീവമായിരുന്ന മുണ്ടക്കൈ ഭാഗത്തെ കടകളും ആൾക്കാരും എല്ലാം നമുക്ക് കാണാം. ഇവരിൽ പലരും ഇന്ന് ജീവനോടെ ഇല്ല. തേയിലത്തോട്ടത്തിലേക്ക് ഇലനുള്ളാൻ പോകുന്നവർ എല്ലാം കണ്ണീരോടെ അല്ലാതെ നമുക്ക് കാണാൻ കഴിയില്ല. ഈ പച്ച ഷീറ്റ് കൊണ്ട് മറച്ചിരിക്കുന്നത് അമ്പലമാണ്. മിനുക്ക് പണികൾക്കായി അടച്ചതായിരുന്നു. ആ ഭാഗത്ത് ഒരു അടയാളമായി ഈ ആലമരം മാത്രമാണ് അവശേഷിക്കുന്നത്. മലവെള്ളത്തിൽ ഒഴുകിപ്പോയ ചൂരൽമല പാലമാണിത്. ഒരു ഭാഗത്ത് ഇപ്പോൾ ഇന്ത്യൻ ആർമി പണിത ബെയിലി പാലവും കാണാം. എല്ലാം ഒരു നെഞ്ചിടിപ്പോടെ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. ഈ പാലം കടന്നു വരുന്ന അമ്മൂമ്മയും സന്തോഷത്തോടെ വരുന്ന ബൈക്ക് യാത്രികരും മറ്റു യാത്രക്കാരും ഇപ്പോൾ ജീവനോടെ ഉണ്ടാവണേ എന്നാണ് പ്രാർത്ഥന. വളരെ സജീവമായിരുന്ന ചൂരൽമല തെരുവും അവിടുത്തെ ജനങ്ങളും പലരും ഇന്ന് ജീവനോടെ ഇല്ല എന്നത് ഞെട്ടലോടെ അല്ലാതെ നമുക്ക് ഓർക്കാനാകില്ല. ഇപ്പോൾ എല്ലാം ഒരു ഓർമ്മ മാത്രമായി അവശേഷിക്കുന്നു. ഈ കാണുന്നത് ചൂരൽമല ടൗണാണ്. വളരെ സജീവമായി വൈകുന്നേരങ്ങളിൽ ആൾക്കാരെല്ലാം ഒത്തുകൂടി സൊറ പറഞ്ഞിരുന്നൊരു സ്ഥലം. ആ ബിൽഡിംഗ് എല്ലാം ഏകദേശം അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ആ റോഡ്, ടാർ ചെയ്ത റോഡ് എല്ലാം ഒരു മൺകൂനയായി മാറിയിരിക്കുകയാണ്. സൈഡിലുള്ള കടകളെല്ലാം പൊളിഞ്ഞുപോയി. നമ്മൾ ഈ ഒരു ഭാഗത്ത് കാണുന്ന പഴയ വീഡിയോയിൽ കാണുന്ന ആൾക്കാരൊക്കെ ഈ മുണ്ടക്കൈ, പുഞ്ചിരിമട്ടം, ചൂരൽമല ഭാഗത്തായി ജീവിച്ചിരുന്നവരാണ്. കുറച്ച് പഴയ ദൃശ്യങ്ങൾ കൂടെ ഇവിടെ ഉൾപ്പെടുത്തുന്നു. ഇവിടെ അടുത്തായി ഒരുപാട് വീടുകളും റോഡും കാണാം. ആ ഷീറ്റിട്ട വീടിൻ്റെ ഷീറ്റ് മാത്രമേ ഒരടയാളമായി ഇപ്പോഴുള്ളൂ. അതുപോലെ തന്നെ ഈ ഭാഗത്തും ഒരുപാട് വീടുകൾ തിങ്ങി നിറഞ്ഞുണ്ടായിരുന്നു. നമ്മളീ കണ്ട വീടുകളുടെ അടയാളം പോലും ബാക്കി വയ്ക്കാതെ എല്ലാം ഉരുളെടുത്തു. ഇപ്പോൾ കുറേ ജീവനും ഈ വീടുകളെല്ലാം മണ്ണിനടിയിലാണ്. നമുക്കിവിടെ കാണാവുന്നതാണ് അതൊക്കെ. ഒരു അടയാളം പോലും ബാക്കിയില്ല. ഈ വീഡിയോ എടുത്ത ആളിപ്പോൾ ഉണ്ടോ എന്ന് പോലും നമുക്കറിയില്ല. ഈ കാണുന്നതെല്ലാം പുഞ്ചിരിമട്ടം കോളനി ഭാഗമാണ്. ഇവിടെയും ടാറിട്ട റോഡിന് ഇരുവശത്തായി ഒരുപാട് വീടുകൾ കാണാം. നമുക്ക് ശ്രദ്ധിച്ചാലറിയാം, ആ ഒരു നീല വാട്ടർ ടാങ്ക് വെച്ച വീടിൻ്റെ മുന്നിലൊരാൾ നിൽപ്പുണ്ട്. അയാളൊന്നും തന്നെ ഇപ്പോൾ ജീവനോടെ ഇല്ല. അതുമാത്രമല്ല, വീടുകൾ എന്നും വലിയ അകലത്തിലല്ല, എല്ലാം തിങ്ങിപ്പാർത്ത വീടുകളാണ്. റോഡിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ ഒരു ഭാഗമുള്ളത്. ഇവിടെ ഒരുപാട് മരങ്ങളും കൃഷിയും അതുപോലെ തന്നെ വീടുകളും ഒരുപാടുണ്ടായിരുന്നൊരു സ്ഥലമാണ്. പക്ഷേ ഇതൊന്നും ഒരു അവശേഷിപ്പോലും ഇല്ലാതെയാണ് ഈ മണ്ണെടുത്ത് പോയത്. ഈ ഭാഗത്ത് കുറച്ച് വീടിൻ്റെ ശേഷിപ്പുകളാണ് ഈ കാണുന്നത്. നേരത്തെ കണ്ട വീടിൻ്റെ കുറച്ച് ശേഷിപ്പുകൾ മാത്രമാണ് ഈ കാണുന്നത്. ആ റോഡൊന്നും തന്നെ ഇല്ല. ഈ കാണുന്നതാണ് നേരത്തെ ഒരാൾ നിന്ന സ്ഥലമാണത്. ആ വീടിൻ്റെ ഒരു അവസ്ഥ കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ ഒരു ഉരുൾപൊട്ടലിൻ്റെ ഭീകരത. കണ്ടോ, ഇവിടെയൊന്നും ആ വീടിൻ്റെ ഒരു ശേഷിപ്പോ ഒന്നും തന്നെ ഇല്ല. എല്ലാം ഒറ്റ രാത്രി കൊണ്ട് മണ്ണിനടിയിലായി. ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോഴേക്കും പൊലിഞ്ഞത് ഒരുപാട് പേരുടെ സ്വപ്നങ്ങളും സന്തോഷവും ജീവനും അവരുടെ സമ്പാദ്യങ്ങളുമാണ്.